സോ ഗൈസ്, നമ്മളങ്ങനെ നിലമ്പൂർ ആ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്ര ബ്ലോക്കായിരുന്നു അവിടെ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പാർട്ടിക്കാരെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, റോഡ് ഷോ പോലത്തെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൻ്റെ ബ്ലോക്ക്. കൂടാതെ തന്നെ റോഡിൽ നമ്മുടെ ആ സ്ലാബില്ലേ, റോഡിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന സ്ലാബിൻ്റെ വർക്ക് നിലമ്പൂർ നടക്കണോണ്ട് തന്നെ അതിൻ്റെ ബ്ലോക്കും, പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ബസ്സുകളുടെ ബ്ലോക്കും ഒക്കെ പാടെ കൂടിയിട്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടി നമുക്ക് നിലമ്പൂർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ചും കൂടി പോയാൽ നമ്മളെവിടെ എത്തും, നാടുകാണി എത്തും, ചുരം കയറാൻ തുടങ്ങും. അതായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്യാറുന്ന വീഡിയോ. പിന്നെ നമുക്കിത് മൊബൈൽ ഫോണിലെ പരിമിതികളുണ്ട്, അതിൻ്റേതായ പരിമിതികളുണ്ട്. കാരണം പോലീസ് എങ്ങാനും കണ്ടാൽ അടിപൊളിയാവും, അതോട്ടൊക്കെ തന്നെയാണ് കുറേ ഒന്നും ചെയ്യാത്തത്. അപ്പം ഞാൻ നാടുകാണി ചുരം കയറുമ്പോൾ കാണാം. ഞാൻ ഇപ്പോൾ സമയം 12:09. ഇപ്പം നമ്മൾ നാടുകാണി കയറാൻ തുടങ്ങിയ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഗൂഡല്ലൂരെത്തും. 1-1:30 ആകുമ്പോഴേക്കും നമ്മൾ ഗൂഡല്ലൂരെത്തും. ഗൂഡല്ലൂരിൽ നിന്ന് പിന്നെ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കുമ്പോഴേക്കും നമുക്ക് ബന്ദിപ്പൂർ ആ ഒരു ഫോറസ്റ്റ് ഏരിയ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. സോ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നാടുകാണി ഗട്ട് സെക്ഷൻസ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ ഗൂഡല്ലൂരാവും നിങ്ങൾ കാണുന്നുണ്ടാവുക. ഗൂഡല്ലൂർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി മൈ ഫേവറേറ്റ് പ്ലേസ് കേട്ടോ. കാരണം ക്ലൈമറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ തേയിലത്തോട്ടങ്ങളായിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൂഡല്ലൂർ. സോ ഇനി അടുത്തൊരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് നാടുകാണി, അത് കഴിഞ്ഞാൽ ഗൂഡല്ലൂർ, അത് കഴിഞ്ഞാൽ നമ്മൾ മുതുമലൈ ആൻഡ് ബന്ദിപ്പൂർ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് ആണ്, ടൈഗർ റിസർവ്സ് ആണ് രണ്ടും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും അടുത്തത്. കണ്ടോ ആ ബസ് വരുന്നുണ്ടോ? ഇവന്മാർക്ക് എന്താണിത്, വളരെ മോശമായിട്ട്. അയ്യോ, എനിക്ക് ഭയങ്കര പറയേണ്ടതെന്ന് അറിയില്ല. റോഡിൽ ഒരാൾ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ അവനെക്കാട്ടും മുമ്പ് എത്തണം ഇവന്മാർക്ക്. ഒരുമാതിരി മറ്റേ സ്വഭാവമായിട്ടത്. ഞാൻ എന്തായാലും ഇനി ഫോണൊന്നും എടുത്തേക്കട്ടെ, ഞാൻ നാടുകാണി കയറുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഞാൻ നിർത്തിയതാണ്. എന്താ തണല് നോക്ക് നിങ്ങൾ, മാൻ ചാടുന്നതിൻ്റെ സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ ഉണ്ടാവും കേട്ടോ, ആനയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. സോ ഗൈസ്, നിങ്ങൾ ഈ റൂട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം. കാരണം വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ റൂട്ടാണിത്. എനിമൽ സൈറ്റിങ്സും എല്ലാം കിട്ടുന്ന ഏക റൂട്ട് ഇതാവും. മീൻസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് കിട്ടുന്ന ഏക റൂട്ട് ഇതായിരിക്കും. പിന്നെ കണ്ട എന്തൊരു ചന്ത. ഞാനിവിടുന്ന് 2-3 ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ, എന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ട് ഇനി നമ്മൾ ഗൂഡല്ലൂർ പിടിക്കും. ഇപ്പം നമ്മൾ ചുരത്തത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടു. ഇനി ഇവിടുന്ന് വിട്ട ഒരു മെയിൻ വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക്, അതും കൂടി കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മൾ ഗൂഡല്ലൂർ പിടിക്കും. ഗൂഡല്ലൂർ ടൗണൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരും. ഇത് ബാംഗ്ലൂർക്ക് പോകുന്ന KSRTC ആണ് ഈ പോകുന്നത്. മൈസൂർ ബാംഗ്ലൂർ പോകുന്ന KSRTC ആണ്. ഈ ഒരു ടൈമത്തെ ഇതും അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് പോകുന്ന ഒരു വണ്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബന്ദിപ്പൂർ ആ ഇത് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരമാവധി എനിമൽ സൈറ്റിങ്സ് ഒക്കെ കൂടുതലും കിട്ടും. ഓക്കെ, ഗൈസ്, അങ്ങനെ നമ്മൾ കേരള സ്റ്റേറ്റ് കഴിഞ്ഞു. കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ തമിഴ്നാട്ടിലേക്കാണ്. നമുക്ക് ഇതാണ് ഗൂഡല്ലൂർക്ക്. ഇനി നമുക്ക് 17 കിലോമീറ്റേഴ്സ് ഫുൾ സ്ട്രെയിറ്റ് ആണ്. അവിടുന്ന് പിന്നെ നമുക്ക് 69 കിലോമീറ്റേഴ്സ് ഫോർ ഊട്ടി ആൻഡ് 126 കിലോമീറ്റേഴ്സ് ടു മൈസൂർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗൂഡല്ലൂർ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെക്ക് പോസ്റ്റ്, തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ചെക്ക് പോസ്റ്റ് മീൻസ് തമിഴ്നാട്ടിലേക്ക് ഒഫീഷ്യലി നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ബോർഡൊക്കെ കണ്ടു. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ നേരാക്കിയ റോഡുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം നന്നായി പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടായിരുന്നു ഈ റോഡൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് റെപ്പറൈസ് ചെയ്തിട്ടുണ്ട്. നോക്ക് ഗൈസ്, തേയിലത്തോട്ടങ്ങൾ കണ്ടോ നിങ്ങൾ? കാന്റീൻ്റെ ഫാക്ടറി ഒക്കെ ഇവിടെയാണ് വരുന്നത്. കണ്ടോ, നേരെ നോക്കിയാ ബ്യൂട്ടിഫുൾ ടീ പ്ലാന്റേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അടിപൊളി റൂട്ടാണ്, നല്ല റോഡ്, നല്ല കാഴ്ചകൾ.
ഇതൊക്കെ ഫുള്ള് ഇപ്പൊ ഈ കാണുന്ന ഈ പ്ലാന്റേഷൻസ് ഒക്കെ മേ ബി ടാൻറ്റീൻ്റെ പ്ലാന്റേഷൻസ് ആയിരിക്കും മുഴുവനായിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ടാൻറ്റിയാണ്. ഇപ്പൊ നമ്മള് ഇവിടെ പോയ മൂന്നാർ പോയ ടാറ്റ എന്ന് പറയുന്ന പോലെയാണ് ഈ നമ്മുടെ ഗൂഡല്ലൂർ എത്തിയ ടാൻറ്റി എന്ന് പറയുന്നത്. ആ ഒരു പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നല്ല നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാണ് ആ പോർഷൻസിലൊക്കെ കാണാൻ പറ്റുന്നത്. ഇവരിനൊക്കെ ആനവണ്ടി ഒരു ചന്തം തന്നെ കേട്ടോ, എൻ്റെ പൊന്നു മോന്. അത് ആ ഒരു ഫ്രെയിമിൽ അത് കിട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് ചൂസ് ചെയ്യണത്. ഞാൻ പോയാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ റൂട്ട്സിലൊന്നാണ് ഗൂഡല്ലൂർ, ബന്ദിപ്പൂർ, ആ റൂട്ടൊക്കെ. ആഹാ, അടിപൊളി. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ഒരു തണുത്ത കാറ്റാട്ടോ എനിക്ക് കിട്ടുന്നത്. ചൂടുള്ള കാറ്റല്ല അടിക്കണത്, തണുത്ത കാറ്റാണ് അടിക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമറ്റ് എപ്പോഴും ഗൂഡല്ലൂർ അടിപൊളിയാവും. അങ്ങോട്ട് നോക്കി ചെങ്ങന്മാര്, എന്താ ചന്തല്ലേ. ഇതിലൊന്നും നമുക്ക് ഇറങ്ങാനോ ഒന്നും പറ്റില്ല. അങ്ങനത്തെ പ്ലാന്റേഷൻസ് ആണ്. മൂന്നാർ പോലല്ലേ ടൂറിസം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല അവർ. തണ്ടിക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി രസമാകുമായിരുന്നു. അടുത്തുണ്ടിക്കൊക്കെ ആ ഒരു അടിപൊളി ഫ്രെയിം ആട്ടോ. ഈ തേയിലത്തോട്ടം ഫുള്ള് നമുക്ക് കിട്ടും ആ ഒരൊറ്റ ഫ്രെയിമിൽ. യോ ഗൈസ്, വീട്ടിലിരിക്കല്ലേ, ഇറങ്ങി നല്ല ഇതൊക്കെ കാണാൻ പറ്റും. ആരുടെ അടുത്തെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇപ്പം അമ്മേൻ്റെ കാലും കൈയും പിടിച്ചിട്ടാ പൈസ വാങ്ങി. പിന്നെ നിങ്ങൾ ആരും ഇവിടെ വരുമ്പോൾ വേസ്റ്റ് ഒന്നും ഇടാൻ ശ്രമിക്കരുത്. അത് സത്യം പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ നോക്കിയതിൽ ഇപ്പോൾ ഇവിടെ ഒന്നും വേസ്റ്റ് ഇല്ല. ഇതൊന്നും നശിപ്പിക്കാതിരിക്കുക. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച ഒരിക്കലും വേസ്റ്റ് ഇട്ടിട്ടും കണ്ണി കണ്ട വെള്ളമടിച്ച ബോട്ടിലിട്ടും നമ്മൾ കഴിച്ചതിൻ്റെ ഭക്ഷണ വേസ്റ്റ് ഒന്നും ഇട്ടിട്ട് നാശാക്കാതിരിക്കുക. എസ്പെഷ്യലി പ്ലാസ്റ്റിക്കുകൾ. ഇതൊക്കെ അത്രയും മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവരൊക്കെ എടുത്ത് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ എന്തിനാ വേസ്റ്റ് ഇടാനാണെങ്കിൽ നിങ്ങൾ എന്തിനാ വരുന്നത്? എൻ്റെ പൊന്നു കൈസ്, അങ്ങോട്ട് നോക്ക്. എന്താ കൈസ്, ഞാൻ കാണിച്ചു തരാം. ഈ കണ്ടോ, അവിടെ ഫുള്ള് തേയില കൃഷികളാട്ടോ ആ ഒരു പോർഷനിലൊക്കെ. സമ്മതിക്കൂല. നൊങ്ക് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. കുടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ കാണുമ്പോൾ കുടിക്കാതിരിക്കാൻ ഒരു വല്ലാത്ത അല്ലേ. ഞാൻ അപ്പൊ വരുന്ന വഴി ബാക്കത്തെ ജീപ്പത്തെ മാമന്മാര് നല്ല വെള്ളടിയിലാണ്. അടിച്ചോട്ടെ പാവങ്ങള്. ഓർക്ക് അതൊക്കെ അല്ലേ എൻജോയ്മെന്റ്. നോക്കി തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടോ, അവിടെ ഒരു ചെറിയ വെള്ളം പോണൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി തേയിലത്തോട്ടം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് ഗൂഡല്ലൂരിലേക്ക് കടക്കുകയാണ്. എനിക്കറിയില്ല, TN പാസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അതൊന്ന് പണ്ട് ചോദിച്ചിരുന്നു, ഇപ്പൊ അതൊന്നും ചോദിച്ചു കാണലില്ല. ഈ ചേച്ചീനെ കൊണ്ട് നമുക്ക് കാണിച്ച് എടുപ്പിക്കുകയൊക്കെ ചെയ്യും TN പാസ്. ഓക്കെ, അപ്പോൾ ഈ പിന്നീട് വരുന്ന ആ ജീപ്പത്തെ മാമന്മാര് നല്ല അടിയിലായിരുന്നു. അതിൽ എൻ്റെ ക്യാമറ ഒക്കെ പാടെ കണ്ടേട് കൂടിയിട്ട് ഒക്കെ എടുത്ത് ചേർന്നിട്ട് ചോദിക്കാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ. അതൊരു ഫണ്ണി മൊമെന്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ടില്ല, സത്യം പറഞ്ഞാൽ അവരെൻജോയ് ചെയ്യണം. അതിപ്പോൾ ഓരോ ആൾക്കാരും ഓരോ കൈൻഡിലാവില്ല എൻജോയ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ഫ്രണ്ട്സൊക്കെ ആയി പോയി കുറച്ച് രണ്ടെണ്ണം കടിച്ച് അങ്ങനെ പോകുമ്പോഴാവും അവരുടെ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും വേണ്ടാത്തതുകൊണ്ടും ഇഷ്യൂസ് ഇല്ല. നല്ല വെയിലാണ്. ഓക്കെ, ഞാൻ ഗൂഡല്ലൂർ ടൗണിൽ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നല്ല അടിപൊളി ബ്ലോക്കാണ് നമുക്ക് ഗൂഡല്ലൂർ കിട്ടിയിട്ടില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഡല്ലൂർ ടൗണിലൊരു സിഗ്നലുണ്ട്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ബന്ദിപ്പൂര്, മുതുമലൈ, ബന്ദിപ്പൂര്, മൈസൂർ, ബാംഗ്ലൂർ റൂട്ട്. റൈറ്റാണ് എടുക്കുന്നതെങ്കിൽ ഊട്ടി റൂട്ട്. അപ്പോൾ ഇന്നിപ്പോൾ പകുതി മുക്കാൽ ഊട്ടിക്കാണ് പോകുന്നത്.
ഊട്ടിക്ക് ഇന്ന് ഭയങ്കര തിരക്കാവും. അതാണ് ഞാൻ ഊട്ടി എടുക്കാൻ. നമുക്കിനി ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം സിഗ്നലായാലും ഫ്രീ ലെഫ്റ്റ് ഇല്ലോണ്ട് നമുക്ക് ബന്ദിപ്പൂർ ആ സൈഡിലേക്കാണ് പോകാനുള്ളത് കൊണ്ട് നമുക്ക് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വേണം പോകാൻ. ഓക്കെ, നിങ്ങളാ ഒരു ഇഷ്യൂസ് കണ്ടോ? എൻ്റെ ഫ്രണ്ടിൽ പോണ ഇപ്പോൾ ഈ സൈഡിൽ നിൽക്കണ ഈ ഇഷ്യൂസ് കണ്ടോ? ഇതിൻ്റെ മേലെ ഇവർ ചെയ്തിട്ടുള്ളത് മറ്റേ റൂഫ് ടെൻ്റാണ് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു സ്റ്റൈല് കണ്ടപ്പോൾ എനിക്ക് റൂഫ് ടെൻ്റാണ് തോന്നുന്നുണ്ട്. എൻ്റെ വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീമാണ് ഈ റൂഫ് ടെൻ്റ് എന്ന് പറയുന്നത്. ഒരു നമ്മളിപ്പോൾ ആഷിഖ് അസീം സാറിനൊക്കെ അറിയില്ലേ, ഫോട്ടോഗ്രാഫർ, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആയിട്ടില്ലേ, പുള്ളിക്കാരൻ്റെ താറിൽ പുള്ളിക്കാരൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ വൈറ്റ് 2 വീലർ താറിൽ, ഐ മീൻ 2 വീൽ ഡ്രൈവ് താറിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ താറിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. സോ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ സിഗ്നൽ എന്ന് പറയുന്നത്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. കണ്ടോ, മൈസൂർ, ഊട്ടി അങ്ങോട്ട് 50 കിലോമീറ്റർ, മൈസൂർ ഇങ്ങോട്ട് 110 കിലോമീറ്റർ ബോർഡ് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഈ റോഡിൽ കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കില്ല ഗൈസ്. കണ്ടോ, എല്ലാവരും ഊട്ടിക്കാണ് ഇന്ന്. കമോൺ, എല്ലാവരും ഊട്ടി പോകും, ഞാൻ മൈസൂർ പോവാം. നമ്മൾ ബന്ദിപ്പൂർ മൈസൂർക്കൊക്കെ പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഫണ്ടുള്ള ഏതൊരു മിനി ബഡ്ജറ്റബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ്. കുറഞ്ഞ പൈസക്കുള്ള ഭക്ഷണങ്ങൾ, പിന്നെ നല്ല നിലവാരം കൂടിയ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അന്നം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു അടിപൊളി ടൗൺ തന്നെ കേട്ടോ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൗണാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ടാണ്, നമ്മൾ വലത്തോട്ടാണ് പോകേണ്ടത്. സ്ട്രൈറ്റ് പോയ സുൽത്താൻ ബത്തേരി അങ്ങനെ ആ റൂട്ടാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് എടുത്താലാണ് മൈസൂർ. ഇതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെയാണ് എല്ലാ നമ്മുടെ KSRTC കിടക്കുന്നുണ്ട്. KSRTC എല്ലാ വണ്ടികളും ഇവിടെയാണ് വരിക. പ്രൈവറ്റും ഒക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത് ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മുടെ ഫസ്റ്റ് ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് മുതുമലൈ ടൈഗർ റിസർവ് ആണ്, തമിഴ്നാടിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് കർണാടക സ്റ്റേറ്റിൻ്റെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വരുന്നത്. സോ ഗൈസ്, ബന്ദിപ്പൂർ പോകുന്ന വഴിയില്ല ലാസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് തുറപ്പള്ളിയാണ്. സോ തുറപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ ബന്ദിപ്പൂർ കഴിഞ്ഞാൽ, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായയോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ തുറപ്പള്ളി കഴിയണം. സോ അവിടെ ഉള്ളൊരു പമ്പാണ് ഇത്. അത് അടച്ച് കിടക്കുകയാണ്, പെട്രോൾ ഇല്ല ഇവിടെ ഒന്നും. പിന്നെ പക്ഷെ ബാത്റൂം ഉണ്ട്, നല്ല അറിഞ്ഞ ബാത്റൂമാണ്. അപ്പം ഇനി നമുക്ക് ഞാനൊരു ലൈൻ സോഡ കുടിച്ചിട്ടോ, ഉഷാറായിപ്പോൾ ഇനി ഒന്ന് മൂത്രമൊഴിക്കണം.